നീ നേരത്തെ ഇവിടുന്ന് മാറി താമസിക്കുന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പൊ നീ അങ്ങനെ താമസിക്കണമെന്നാ എന്റെ ആഗ്രഹം. നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന വാർത്ത വന്ന ശേഷം എനിക്ക് വിളിയോട് വിളിയായിരുന്നു. കമലേശ്വരം ഫിനാൻസിയേഴ്സിലൊക്കെ എന്നെ വിശ്വസിച്ച് പണം ഇടുന്നവരുണ്ട്. അവരുടെയൊക്കെ വിശ്വാസം കെട്ടുപോകുന്ന പ്രവൃത്തികളാണ് നീ ഇപ്പൊ ചെയ്തത്. അതുകൊണ്ട് ഞാനിപ്പോ എന്താ വേണ്ടത്? വീണ്ടും നീ നേർക്ക് നേരെന്ന് സംസാരിക്കാനാ വന്നതെങ്കിൽ ഈ നിമിഷം പുറത്തു വയ്ക്കണം. ഉണ്ണി, നീ എന്തിനാ ഇവരോട് വഴക്കിന് പോന്നേ? ഒരിക്കലും ഒരു അനിയൻ പറയാൻ പാടില്ലാത്ത വാക്കുകളാ നീ പറഞ്ഞത്. അത് ദൈവം പൊറുക്കില്ല. അതുകൊണ്ട് ഇവരൊരുപാട് ഉണ്ണിയേട്ടനെ പ്രാഗി കാണും. പ്രാഗേണ്ട കാര്യമൊന്നുമില്ല. മുകളിൽ ഒരാൾ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുക. മേഘനെ പിരിച്ചുവിട്ടതുപോലെ ഞാൻ കമ്പനിയിൽ നിന്ന് നിന്നെ പിരിച്ചുവിട്ടിട്ടൊന്നുമില്ല. പക്ഷെ നിനക്ക് മുകളിൽ ഇനി ആള് വരും നിന്നെ നിയന്ത്രിക്കാൻ. നീ അയാൾ പറയുന്ന ജോലികൾ മാത്രം ചെയ്താൽ മതി. ഇവിടുത്തെ ശമ്പളക്കാരനായ മതി. എന്തിനാ അങ്ങനെ ഒരു കനിവ് കാട്ടുന്നത്? അതെന്റെ അനിയനായി പോയതുകൊണ്ട് മാത്രം. നിന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയ 24 മണിക്കൂറും ശപിക്കാൻ ഇവിടെ ആൾക്കാരുള്ളതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ നിന്നെ എന്റെ കമ്പനിയിൽ നിന്നും ഈ വീട്ടിൽ നിന്നും പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പൊ കമ്പനിയിലും വീട്ടിലും ഒക്കെ ഏട്ടനും ഒരാൾ മതി. അതാരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അയാൾക്കും അറിയാം. സ്വാർത്ഥ താല്പര്യം മാത്രം മനസ്സിൽ വെച്ച് നടക്കുന്ന ആൾക്കാരാ ഈ വീട്ടിൽ കൂടുതലും. അതിലെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അയാളെ തള്ളി പറഞ്ഞിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. ഇനിയിപ്പൊ ഇതിന്റെ പേരിലൊന്നും വഴക്കുണ്ടാക്കല്ലേ കണ്ണേട്ടാ. ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. ചെല്ല് ചെല്ല്. നീ പ്രാർത്ഥിക്കും തോറുവേ ദൈവങ്ങൾ നിന്റെ ശത്രുക്കളെ ശിക്ഷിക്കുന്നുണ്ട്. അമ്പലത്തിനകത്ത് ദൈവങ്ങൾ ഇരിക്കുന്നതേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ശിക്ഷിക്കാനല്ല. അതുപോലെ ഒരാള് ദൈവത്തിന്റെ മുന്നിൽ കൈകൂപ്പി മറ്റൊരാളെ നശിക്കണമെന്ന് പറഞ്ഞ പെട്ടെന്ന് തന്നെ പ്രാർത്ഥിക്കുന്ന ആളുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കുന്ന പതിവുമില്ല ദൈവങ്ങൾക്ക്. ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നത് തോമസ് വൈദ്യന്റെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന എന്റെ കണ്ണേട്ടന് പുരോഗതി ഉണ്ടാവണേന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. അല്ലെങ്കിലും കണ്ണേട്ടന്റെ പൾസ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുവാണല്ലോ. അങ്ങനല്ലേ വേണ്ടത്? സ്വന്തം ഭർത്താവിന്റെ പൾസ് എന്താണെന്ന് ഭാര്യ അറിയണ്ടേ? അതുകൊണ്ട് തന്നെ ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നത്. കേട്ടല്ലോ? മതിയായല്ലോ? മതിയായടാ, എല്ലാം മതിയായി. എന്റെ ഭർത്താവ് നിമിത്തമാ എന്റെ മരുമകന് സ്വാധീനമില്ലാതായത്. ആ കുറവ് പെട്ടെന്ന് പരിഹരിക്കണേ ദേവി. അമ്മേ, മഹാമായ ഇപ്പോഴത്തെ ഈ ചികിത്സ കൊണ്ട് ഫലം ഉണ്ടാവണേ.
ലേഖ കണ്ടിട്ടില്ലല്ലോ എന്റെ അമ്മ. ദേ അതാ ആള്. ഞാൻ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. വാ. മോളെ, അമ്മയ്ക്ക് ആളെ മനസ്സിലായോ? പിന്നെ മോൾ എനിക്ക് നേരത്തെ അനന്തുന്റെ ലേഖയുടെ ഒക്കെ ഫോട്ടോ അയച്ചു തന്നതല്ലേ? അമ്മ മരുമോന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണല്ലേ? അതെ, ആ മോന് എഴുന്നേറ്റ് നടക്കാൻ പറ്റണം മോളെ.